ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നു. ഈ പേഴ്സൺ അവർക്ക് എന്തോ നിങ്ങളോട് പറയാണ്ട്, പക്ഷെ അവർക്ക് അത് പറയാൻ പറ്റില്ല. എന്തോ കാര്യങ്ങൾ അവർ മറച്ചു വെക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ മനസ്സിലുള്ളതെന്ന് നമ്മൾക്ക് നോക്കാം. ഈ പേഴ്സൺ പറയാൻ നോക്കുന്നത് എന്താ വെച്ചാൽ ഐ ലവ് യു അൺകണ്ടീഷണലി ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട്. ഈ പേഴ്സൺ നിങ്ങളെ കുറച്ച് തന്നെയാണ് മനസ്സിൽ ആലോചിക്കണേ, കുറേ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഐ വാണ്ട് യു എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കാണുന്നത് ഒരു സെപ്പറേറ്റഡ് എനർജി ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവാം. ബട്ട് ഈ പേഴ്സൺ പറയണത് എന്താ വെച്ചാൽ അവർക്ക് ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. ഇതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നില്ല, ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ആവാം. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം, ഇല്ലെങ്കിൽ ഒരു ഫാമിലി റിലേഷൻഷിപ്പ് ആവാം. എന്തായാലും ഫൈൻഡിങ് ഔട്ട് ദ ട്രൂത്ത് ക്രഷ്ഡ് മീ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, എന്തോ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അതാണ് നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ ഒരു ബ്രേക്കപ്പ് മാതിരി ഒരു സിറ്റുവേഷൻ കൊണ്ടുവരുത്തിയത്. അവരെന്തോ റിയലൈസ് ചെയ്തു, ഇല്ലെങ്കിൽ നിങ്ങൾ അവരോട് എന്തോ പറഞ്ഞപ്പോൾ അവർക്ക് അത് കുറേ ഹേർട്ടായി. സോ മെനി തിങ്സ് റിമൈൻഡ് മീ ഓഫ് യു. അപ്പോൾ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഐ ലവ് യു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും കുറേ ലവ് ഉണ്ട്. നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആയാലും ഈ ലവ് കുറഞ്ഞിട്ടില്ല. ഓക്കെ, ആൻഡ് അവർക്ക് എവിടെയോ നിങ്ങളുടെ കൂടെ ആദ്യം ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പേഴ്സൺ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അവരുടെ പേര് നിങ്ങൾ കമൻസിൽ എഴുതുക, ഇല്ലെങ്കിൽ യെസ് എന്ന് എഴുതുക, ഐ ക്ലെയിം എന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഐ ഫർഗിവ് യു എന്ന് എഴുതുക. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.